ജേക്കബിന്റെ സ്വർഗരാജ് എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? അതില് ജേക്കബിന്റെ ബിസിനസ് പാർട്ണറുമായിട്ട് ഒരു സെറ്റിൽമെന്റ് സീൻ നടക്കുന്നുണ്ട് കോർട്ടിൽ വെച്ച്. ചെയ്ത ഡോക്യുമെന്റ് പ്രോപ്പർ അല്ലാത്തത് കാരണം എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറ്റാതെ പോയ ഒരു സീൻ. ആ ഒരു സീൻ കണ്ടപ്പോഴാണ് ഒരു കാര്യം പറയാൻ ഓർമ്മ വരിക. ദുബായിൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള പലതരം ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ട്രാൻസ്ലേഷൻ. നമുക്കറിയാം, ദുബായിൽ ഒരു ഡോക്യുമെന്റ് ഗവൺമെന്റ് ഓഫീസുകളിലോ കോർട്ടിലൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിലോ അത് അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമാണ് അതിന് വാലിഡ് ആവുള്ളൂ. പലരും ചെറിയ പൈസ ലാഭിക്കാനൊക്കെ വേണ്ടി ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴിയൊക്കെ ഇത്തരം ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നോർമലി നമുക്ക് എന്താണോ കൃത്യമായ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആശയം ഒരുപക്ഷെ ലഭിച്ചോണമെന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത്തരം പിഴവുകളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു മേഖലയിലുള്ള ആളെന്ന നിലക്ക് ദിവസവും ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം പറയാണ്, നിങ്ങൾ ദുബായിൽ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴോ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ UAE മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിന്റെ അപ്രൂവലുള്ള ഓതറൈസ്ഡ് ട്രാൻസ്ലേഷൻ സെന്റർ വഴി മാത്രമായിരിക്കണം ഇത്തരം ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യേണ്ടത്.